പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ 1 വർഷമായിട്ടും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിനെതിരെ കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബം. കൊടും കുറ്റവാളിയായ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നും സുധാകരന്റെ മകൾ അഖില. അയാൾക്ക് നല്ലപോലെ തൂക്കുകയറ് തന്നെ കിട്ടണം. അയാൾ ഇനി പുറത്തിറങ്ങാനേ പാടില്ല. നല്ലപോലെ ശിക്ഷ അനുഭവിക്കണം. 3 പേരിനെ കൊന്നിട്ട് അയാളിപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കും. ഇനി അയാൾ പുറത്തിറങ്ങാനും പറ്റില്ല. നല്ല തൂക്കുകയറ് തന്നെ അയാൾക്ക് കൊടുക്കണം. പ്രതിയെ ഭയന്ന പലരും പോത്തുണ്ടിയിലെ ബോയൻ നഗറിൽ നിന്ന് താമസം മാറി. സ്വസ്ഥതയും സമാധാനവുമായി കഴിയാൻ ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്ന് സുധാകരന്റെ കുടുംബം ആവശ്യപ്പെട്ടു. നല്ല ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലാണ്ട് കുട്ടികൾ പേടിച്ചിട്ട് രാത്രി മുഴുക്കും ഉറങ്ങണില്ല. 6 മണിയാകുമ്പോഴേക്ക് കുട്ടികൾ പറഞ്ഞ് കിടുകിട് വറക്കുക ചെയ്യുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. അതപ്പോൾ പറയുന്നത് 2-3 ലക്ഷം കിട്ടി പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു 10 പൈസ പോലും കിട്ടിയിട്ടില്ല. പറയേണ്ട എല്ലാവരും ചുറ്റുപാടും ഉള്ളത് TV വന്നു, അത് വന്നു, ഇത് വന്നു പറയുന്നു. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല, ഒന്നുമേ കിട്ടിയിട്ടില്ല. എല്ലാം അപ്പം പറഞ്ഞിട്ട് പോയത് തന്നെയാണ്. അതേപോലെ ധനസഹായം കിട്ടി പറഞ്ഞിട്ട് എല്ലാവരും പറയണ്ടായിരുന്നു. നമുക്കൊന്നുമേ കിട്ടിയിട്ടില്ല. നമ്മൾ എല്ലാവരും പറയുമ്പോൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. ലീഗലായിട്ട് ആരും കോൾ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ല. ചേച്ചിയുടെ ജോലിയുടെ കാര്യം ഒന്നും ആയിട്ടില്ല. 2025 ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിൽ വെച്ച് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര കൊലപ്പെടുത്തിയത്. കുടുംബം തന്നെ ഉപേക്ഷിച്ചത് സുധാകരന്റെ കുടുംബം കാരണമാണെന്ന് സംശയിച്ച പ്രതി ആദ്യം സുധാകരന്റെ ഭാര്യയെ സജിതയെ കൊലപ്പെടുത്തി. 6 വർഷത്തിനു ശേഷം കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.